എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മളിന്ന് ദുബായ് ബ്ലൂ വാട്ടേഴ്സിൻ്റെ അടുത്താട്ടോ ഉള്ളത്. നല്ല രസമാട്ടോ ഇവിടെ ബിൽഡിങ്ങും ലൈറ്റിങ്, രാത്രി ഇച്ചിരി ഇരുട്ടി, അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി ഞാൻ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരുവാന്ന് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടേക്കാണ് വരുന്നതെന്ന് ഏടൻ പറഞ്ഞത്. നമ്മൾ ഈ കാണുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫെറസ് വീലാട്ടോ നമ്മുടെ ദുബായിലാട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ടില്ല, അതിനി എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ 140, 145, 150 ആ റേഞ്ചാന്ന് തോന്നുന്നു. 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യും. എനിക്കൊന്ന് 30 മിനിറ്റ്സ് എന്തോ എടുക്കുമെന്ന് തോന്നുന്നു ഫുള്ളൊന്ന് ചുറ്റി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇവിടെ കയറിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിംഗ് ഇടാൻ പോവാം കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരു പണി കിട്ടിയത് തന്നെ അവിടെ പാർക്കിങ്ങിന് പെർ അവർ 20 ദിർഹംസ് വീതം കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് അപ്പുറത്തെ സൈഡ് ബീച്ച് സൈഡിൽ വന്നിട്ട് അവിടുന്ന് ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിലൂടെ നടന്ന് ഇപ്പുറത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആകുമ്പം 1 അവറിന് 20 ദിർഹംസ് വീതം ഇടണം. ഫുൾ ഡേ ആണെങ്കിൽ 200 എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിനകത്തിൽ ഇട്ടുകൊണ്ട് 1 അവർ ജസ്റ്റ് ഒന്ന് നടന്നിട്ടിങ്ങി പോകുന്നേ ഉള്ളൂ. പിന്നെയും ഒരിക്കൽ നമുക്ക് ഫുള്ളൊന്ന് കയറി ഒന്നുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ദുബായ് എന്ന് പറഞ്ഞിട്ട് ദുബായിലാണ് ഞാൻ പോയത്. ഞങ്ങൾ അവിടുന്ന് ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് നടന്നു കേട്ടോ. ബ്രിഡ്ജ് നമുക്ക് അപ്പുറത്ത് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലോട്ടാട്ടോ കണക്ഷൻ. അപ്പോൾ ബീച്ചിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റ് കയറിയിട്ട് മുകളിലേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ബ്രിഡ്ജ് കാണാം. ആ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ബ്രിഡ്ജിലേക്ക് നടന്ന് നമുക്ക് അപ്പുറത്ത് ബീച്ച് ചെന്ന് അവിടെ നമുക്ക് ബോട്ടിങ് അല്ലെങ്കിൽ ക്രൂസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിന്ന് ചുറ്റി ഫുള്ള് കാണാനും ഒക്കെ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നൈറ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് വന്ന് നൈറ്റിൽ ആ ലൈറ്റൊക്കെ വീഴുമ്പോഴാണ് ഭംഗി. അപ്പോൾ ഞങ്ങൾക്ക് ഈവനിങ് വന്നുകൊണ്ട്
ആ സൺസെറ്റ് ടൈമിലുള്ള ബ്യൂട്ടിയും ആസ്വദിക്കാൻ പറ്റി. അതുപോലെ തന്നെ ലൈറ്റൊക്കെ വീണ് കഴിയുമ്പോഴാണ് ഈ ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ആ വീലിനും ഒക്കെ ഒരു പ്രത്യേക ഭംഗി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്ക് ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കഴിയുമ്പം ഒന്നുകൂടെ ഒരു ഭംഗി തോന്നും കേട്ടോ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ പാലം അങ്ങ് വരെ ഞങ്ങൾ പോകുന്നില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് 1 hour ഞങ്ങൾ ഇട്ടേക്കുന്നതിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് പോകുന്നു കേട്ടോ പാർക്കിംഗ്. പിന്നെ ഒരു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നുകൂടെ പോവാം എന്ന് കരുതിയിട്ടാട്ടോ ഇരിക്കുന്നത്. എന്തായാലും വൺ ടൈം ഒക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസും ആണ്. പിന്നെ ഈ പാർക്കിങ്ങിൻ്റെ കാര്യം മാത്രമാണ് പ്രശ്നമായിട്ട് വരുന്നത്. അത് ഏറ്റവും നല്ലത് അപ്പുറത്തെ സൈഡിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് നടക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അങ്കമാലി കരാമേലാട്ടോ നമ്മൾ വന്നത്. അപ്പോൾ അവിടെ ആ കടയിൽ കയറിയിട്ട് നമ്മൾ തട്ടുദോശയും അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ കൂടെ വന്നത് സാമ്പാർ, അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ സാദാ ചട്നി തേങ്ങാ ചട്നിയൊക്കെ വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൊമാറ്റോ കേട്ടോ. അത് കഴിഞ്ഞ് ഏട്ടനാണെങ്കിൽ കപ്പയും അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ബീഫ് ഇങ്ങനെ കറി മിക്സ് ചെയ്തിട്ട് പിന്നെ മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ച സംഭവം. പിന്നെ ഞാൻ അവരുടെ ഒരു സ്പെഷ്യൽ സുലൈമാനി അതുപോലെ ഒരു ചായയും പിന്നെ ഞാൻ ഒരു ഡബിൾ ഓംലെറ്റും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ടോട്ടൽ അവിടുത്തെ ആംബിയൻസും വൈബും ഒക്കെ കൂടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഓൺ വോയിസ് കൊടുക്കാഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.